ഇപ്പോൾ അക്ബറിന് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുകയാണ് അപ്പാനി ശരത്. ബിഗ് ബോസ് മലയാളം സീസൺ 7മായി ബന്ധപ്പെട്ട ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം, നേരത്തെ കിച്ചൺ ഏരിയയിൽ വെച്ച് അക്ബറും സാബുവും തമ്മിൽ ചെറിയ രീതിയിലുള്ള വഴക്കുണ്ടായിരുന്നു. ആ വഴക്കിൽ സാബുവിനെ അക്ബർ ചീത്ത വിളിക്കുകയും സാബു അത് ബിഗ് ബോസിനോട് കംപ്ലയിൻറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഷാനവാസ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഷാനവാസ് പറഞ്ഞു, ഇത്തരം പദങ്ങൾ ഇവിടെ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞു. അതിനുശേഷം അക്ബർ അപ്പാനിയോട് പറഞ്ഞു, ഇത് എന്നെ അവർ സംസ്കാര ശൂന്യനാക്കി മാറ്റാൻ ശ്രമം നടത്തുകയാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് എന്നെ മനഃപൂർവ്വം പ്രൊവോക്ക് ചെയ്ത് എന്നെക്കൊണ്ട് ഇങ്ങനെ ചീത്ത വിളിപ്പിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ അവിടെ ഒരു സംസാരം നടക്കുന്നു. ആ സംസാരം നടക്കുമ്പോൾ അവിടേക്ക് അപ്പാനി ശരത്ത് ഇടിച്ച് കയറി വന്ന് ഷാനവാസിനെ വലിയ രീതിയിലുള്ള ഡയലോഗുകളൊക്കെ പറയും. നിന്നെ തീർത്തിട്ട് ഞാൻ ഇവിടുന്ന് പോകൂ, നീ ഇവിടുന്ന് പോയിട്ട് ഞാൻ ഇവിടുന്ന് പോകൂ തുടങ്ങിയ നമ്മൾ എല്ലാ സീസണിലും കണ്ടുവരുന്ന മാസ് കലാപരിപാടികൾ, ഡയലോഗുകൾ അവിടെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു ഗ്യാങ് രൂപപ്പെട്ടു എന്ന് പറയാതെ വയ്യ. ആ ഗ്യാങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പാനി ശരത്ത് മക്ബറൊക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പും അതുപോലെ ഷാനവാസും സാബുവൊക്കെ അടങ്ങുന്ന മറ്റൊരു ഗ്രൂപ്പുമായിട്ട് അവിടെ ഒരു ഗ്യാങ് രൂപപ്പെട്ട് കഴിഞ്ഞു. ആ ഗ്യാങ്ങുകൾക്കിടയിലുള്ള ഒരു ഈഗോ പ്രശ്നവും അവർ തമ്മിലുള്ള വഴക്കുകളുമാണ് ഇവിടെ ഇപ്പം ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടന്റാണല്ലോ മുഖ്യം. കാര്യം മിഡ് വീക്ക് എവിക്ഷൻ, നോർമൽ എവിക്ഷൻ എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ മാക്സിമം സ്ക്രീനിൽ കാണാൻ വേണ്ടി അവരിങ്ങനെ കണ്ടന്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഒരു കണ്ടന്റിൻ്റെ ഭാഗമാണ് ഇന്നിപ്പോൾ കിച്ചൺ ഏരിയ വെച്ച് നടന്നതും ബാക്കിയുള്ള സംഭവ വികാസങ്ങളെല്ലാം. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 7 ഓരോ മത്സരാർത്ഥികളും അവരുടെ എതിരാളികളെ കണ്ടെത്തി കഴിഞ്ഞു. ഇനി മത്സരം മുറുകും. 7ൻ്റെ പണി ആർക്കാ കിട്ടുമെന്ന് നമുക്ക് എപ്പിസോഡ് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടി വരും. എന്തായാലും കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾ അറിയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക.